സാറല്ലേ? രവി സാറും ഉണ്ടല്ലോ, വരൂ. ഇരിക്കൂ. ജോളിയുടെ മകളല്ലേ? അതെ. ആ, സായ്മാനെ വിളിക്കാം. മോളെ പേരെന്താ? മിലാനോ. എത്രയിലാ പഠിക്കുന്നേ? 5th സ്റ്റാൻഡേർഡ്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? PMUP സ്കൂൾ. മോള് നന്നായിട്ട് പഠിക്കണേ. ഓക്കെ ഓക്കെ. സ്മാർട്ട് കുട്ടിയാ. അതെ അതെ. രവി പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ? ഓ ഉണ്ട് ഉണ്ട്. ചായ കുടിച്ചോളൂ. ഓ ഡോക്ടർക്ക് ഓർമ്മയുണ്ടാവും. ഹോസ്പിറ്റലിൽ ഒരു ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞത് ഡോക്ടറും കൂടിയല്ലേ? ഓർമ്മയില്ലേ ഡോക്ടർ രവി? ഓ അത് ശരി തന്നെയാണ്. പക്ഷേ UB ഗ്രൂപ്പുമായി ചേർന്നിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. UB ഗ്രൂപ്പിന് എന്താണ് ഒരു കുഴപ്പം? സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉള്ള ഗ്രൂപ്പല്ലേ അത്? അതിലേറെ ദുഷ്പേരുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ പേരിലും ചികിത്സാ പിഴവിന് കേസില്ലേ? ഞങ്ങളുടെ സഹായം കൊണ്ടാണ് നിങ്ങളിവിടെ ജീവിക്കുന്നത്. ഇല്ലെങ്കിൽ അഴിയണ്ടേണ്ടി വരുമായിരുന്നു. അതിൻ്റെ സത്യം എന്താണെന്ന് എനിക്കറിയാം. അത് ഞാൻ നേരിട്ടോളാം. ഓഹോ, എന്നാ കാണാം. സർ, നമ്മൾ പറഞ്ഞു പിരിയാനല്ലല്ലോ വന്നത്. ഇതുപോലുള്ള അഹങ്കാരങ്ങളൊന്നും എൻ്റെ കൂടെ വേണ്ട. ഇയാളെ ഞാൻ പാഠം പഠിപ്പിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞിരാട്ടൻ്റെ മോനല്ലേ? അതെ. നിങ്ങൾ കുറച്ച് നാൾ ഇവിടെ ഇല്ലായിരുന്നല്ലോ? ശരിയാ, ഞാൻ കുറച്ചു കാലം മകളുടെ കൂടെ തിരുവനന്തപുരത്തായിരുന്നു. ആടയിലൊന്ന് പോയി നോക്കണം. എന്തേനു? ഒന്നും പറയണ്ട മോനെ. ഇന്നലെ പിള്ളേർ എന്തോ സാധനം കൊണ്ടുവന്നു. എന്താന്നറിയല്ല, എന്ത് നമ്മളെ ബന്നൻ്റെ ഉള്ളിൽ എന്തെല്ലോ നിറച്ചിട്ടുള്ള സാധനമില്ലേ, അതെന്തോ ബറബറാന്നോ എന്തോ അങ്ങനെയാ പറയാ. ആ, ബർജർ ബർജർ. അതിനകത്ത് തന്നെ ബർജർ. അത് തിന്നതിന് ശേഷം എന്താന്നറിയില്ല, ഛർദിയോ വയറുന്ന വേദനയോ എന്തല്ലോ.
ഓഹോ. നിങ്ങളെ കലാസമിതിൻ്റെ വാർഷികം എത്തി. ഇക്കൊല്ലം എന്താ പരിപാടി? അതും നമ്മളെ നാട്ടുകാർ എഴുതിയൊരു നാടകം തന്നെ. അല്ല, നിങ്ങളൊക്കെ ചങ്ങായിനെ കാണുന്നില്ലല്ലോ. ഓർക്കെന്തോ സുഖമില്ല എന്ന് പറയുന്നത് കേട്ട്. ഇപ്പം സുഖമുണ്ടോ? അതെന്ത് പറയാൻ എൻ്റെ കുഞ്ഞുമോനെ, ഒരു വയറ്റിലെ വേന. വയറ്റിലെ വേന എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകലുണ്ട്. ഗ്യാസിൻ്റെ ഒരു വേദനയാണ്. പക്ഷേ അപ്പോഴത്തെ ഓൻ്റെ മരുവനില്ലേനോ, ഓനിങ്ങ് ഗൾഫിൽ നിന്ന് വന്ന്. അപ്പം വന്നപ്പോൾ അവരോട് ഒരു ബഹളം തന്നെ. ഒന്നും പറയണ്ട, അപ്പാട് ആംബുലൻസ് പിടിക്കുന്നു, ആള് വരുന്ന് ആസ്പത്രി കൊണ്ടുപോന്ന്, വലിയ ആശുപത്രി. നിങ്ങൾക്ക് തിരക്കുണ്ട, നിങ്ങൾ പോയിക്കോ, ഞാൻ പിന്നെ കാണിച്ചോളാം. വലിയ ഉപകാരം. എന്നിട്ടെന്താ, ടെസ്റ്റ് തന്നെ ടെസ്റ്റ്. എന്താ പറ്റിയ? ശ്വാസമണ്ണം അനുഭവപ്പെടുന്നു, വല്ലാതെ അനുഭവപ്പെടുന്നു. അതിരാവിലെയാണ് കൂടുതൽ അനുഭവപ്പെടുന്നത്. കുറെ നാളായോ? 2 വർഷത്തോളമായി. ക്ലൈമറ്റിന്റെ തകരാറ് കൊണ്ടായിരിക്കാം. ഒരാഴ്ച ഐസിയിലാ കിടന്ന്. പൈസ എത്രയാണെന്നറിയോ? 4-5 ലക്ഷം ഉറുപ്പ്യ തീർന്ന്. എന്തേന് സൂക്കേട്? എന്ത് സൂക്കേട്? ഗ്യാസല്ലേ. അല്പം BP ഉണ്ട്. ഞാനൊരു 5 ടാബ്ലറ്റ് തരുന്നുണ്ട്. ഇൻഹേലർ കയ്യിലുണ്ടല്ലോ? ഓ, ഉണ്ട്. പേരെന്തെന്ന് പറഞ്ഞത്? ഹരീന്ദ്രൻ. എന്തേനു? ചെറിയൊരു വയറുവേദന. വയറ്റിലെ വേദന തന്നെയാണോ? എന്താടോ, തനിക്കറിയണോ വേദനയുള്ള സ്ഥലം? എന്നാ പിന്നെ ഞാനൊന്ന് കാണിക്കട്ടെ. എന്നാ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഇതിൽ 5 ടാബ്ലറ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. തൽക്കാലം വെളിയിലിരിക്കും, ഞാൻ വേറൊരു മരുന്ന് കൂടി തരാം. അടുത്ത ആള്. May I come in, sir? Yes, coming. Sir, I am from High India Pharmaceuticals. Just a minute. ഹലോ, ഹലോ, ആരാണ്? ഓക്കെ. മെഡിക്കൽ കോളേജിൽ അയക്കാതെ നിങ്ങളുടെ ആശുപത്രിയിൽ തന്നെ അഡ്മിറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമാണ്.
ഓക്കെ, ആള് വരട്ടെ. സർ, ഐ ആം ഫ്രം ഹൈ ഇന്ത്യ ഫാർമസ്യൂട്ടിക്കൽസ്. മേ ഐ ഇൻട്രൊഡ്യൂസ് അവർ ലേറ്റസ്റ്റ് പ്രൊഡക്റ്റ്, സർ? Yes, proceeds, but in brief. Sir, this is our latest product. This is a syrup. ഇത് ലിവറിനെ ബാധിക്കുന്ന ഒരുതരം പനി. ഇറ്റ് ഈസ് കോൾഡ് ലെമൺ ഫീവർ. ചെറുനാരങ്ങ പോലെ ക്രമേണ നിറം മാറി ചുക്കിച്ചുളിഞ്ഞ് മരിക്കും. ദിസ് ഈസ് ദ വൺ ആൻഡ് ഓൺലി റെമഡി ഫ്രം അവർ കമ്പനി. പരിഹാരം. Sir, one more product is there. You have an injection ampule. I will show it. Sir, this is another product. Latest product from our company. ഇത് ഒരു ഇഞ്ചക്ഷൻ ആംബ്യൂളാണ്. ഡെൽറ്റ ഫീവർ. സർ, ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമ്മളെ വളക്കൂറുള്ള മണ്ണ്. ഡു യു നോ? ഒരുതരം വൈറൽ ഫീവർ. ശരീരം മുഴുവൻ ചൊറിഞ്ഞ് തടിച്ച് വ്രണങ്ങൾ വന്ന് പിന്നീട് വ്രണങ്ങളിലാകെ ഫംഗസ് പടർന്ന് അതാണ് ഈ പനിയുടെ ലക്ഷണം. ദിസ് ഈസ് എ വൺ ആൻഡ് ഓൺലി റെമഡി, സർ, ഫ്രം അവർ കമ്പനി. സ്റ്റോപ്പ് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. വാട്ട് ഹാപ്പൻ, സർ? മിസ്റ്റർ, നിങ്ങൾ പറയുന്ന രോഗങ്ങളൊന്നും ഇതുവരെ ഈ പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്തില്ല. മറ്റെവിടെയെങ്കിലും ഉള്ളതായി എനിക്കറിയില്ല. അയ്യോ അയ്യോ, ഡോക്ടർ വരുന്നുണ്ട്, ഡോക്ടർ വരുന്നുണ്ട്, ഡോക്ടർ ഇപ്പം വരും, ഡോക്ടർ ഇപ്പം വരും. അയ്യോ, ഡോക്ടർ വരുന്നുണ്ട്, ഡോക്ടർ വരുന്നുണ്ട്, ഡോക്ടർ ഇപ്പം വരും, ഡോക്ടർ ഇപ്പം വരും. അയ്യോ 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 എന്നെ കൊന്ന്. അയ്യോ അയ്യോ ഡോക്ടർ, ഡോക്ടർ, അയ്യോ, മുന്നിലും പിന്നിലും കുത്തിക്കിട്ടുണ്ട് ഡോക്ടർ. മുന്നിലും പിന്നിലും അയ്യോ അയ്യോ. നിങ്ങൾ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. ആംബുലൻസ് ഞാൻ ഏർപ്പാടാക്കാം. ആംബുലൻസ് വരുന്നുണ്ട്, ആംബുലൻസ് വരുന്നുണ്ട്. അയ്യോ, കുത്തിയത് ആരാന്ന് എനിക്കറിയാം. ഞാൻ പോയിട്ട് വരട്ടെ, കാണിച്ചു തരാം. അയ്യോ 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 അയ്യോ. സർ, DK സാറിന് വിളിച്ചു പറഞ്ഞതല്ലേ? അയാളെന്താ ഇവിടുത്തെ ഡോക്ടർ? ഡോക്ടറല്ല, ഡോക്ടറെക്കാളും വലിയ ആളാ. വിവരം അറിയാം സാറേ. നാളെ നമുക്ക് നോക്കാം. ഡോക്ടർ സൈമൺ അല്ലേ? ഞാൻ DK. ഞാൻ അറിഞ്ഞു നിങ്ങൾ അയാളെ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു അല്ലേ? നിങ്ങൾ അവിടെ തന്നെ ജോലി ചെയ്യുന്നത് എനിക്കൊന്ന് കാണണം. വെച്ചിട്ട് പോടോ. നിങ്ങൾ ഇതുവരെ പോയില്ലേ? പ്ലീസ് ലിസൺ, സർ. ഐ ആം കമ്മിങ് ടു ദ പോയിന്റ്. വി ഹാവ് ഓൾറെഡി ഡൺ അവർ ഫീൽഡ് വർക്ക്. നേരത്തെ പറഞ്ഞ രോഗങ്ങൾക്ക് കാരണക്കാരായ വൈറസുകളെ ഞങ്ങളുടെ ലാബിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. ഞങ്ങളുടെ ഫീൽഡ് വർക്കേഴ്സ് അത് ഈ പ്രദേശത്താകെ സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഹിയർ ഈസ് ദ സാമ്പിൾ ആൻഡ് ലിറ്ററേച്ചർ. സർ, പ്ലീസ് ടേക്ക് ഇറ്റ്. യു ക്യാൻ ഹാവ് എ ഗുഡ് ഹാർവസ്റ്റ്. ഞങ്ങളുടെ കമ്പനി വിൽ പേ യുവർ കമ്മീഷൻ ഇൻ കൈൻഡ് ആൻഡ് ക്യാഷ്. ഷാൽ വി ഫിക്സ് ദ പെർസെൻറ്റേജ്, സർ? ഷാൽ വി? ഡോക്ടറോട് കാര്യം പറയാനുണ്ട്. പോകല്ല, ഇതിനൊരു നിയമം കാര്യമുണ്ട്. ആടെ പേരെഴുതിനോ? രോഗം കാണിക്കാൻ വന്നതല്ല, ഡോക്ടറോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നാ. ഇത് തന്നെ എല്ലാവരും പറയുന്നത്. ഞാൻ പെട്ടെന്ന് പോയിക്കോളാം. ആ വിവരങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് പോയിക്കോളാം. എന്നാ അതും കൂടി ഒന്നും കഴിഞ്ഞോട്ടോ. ഡോക്ടറോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നാ. അത്യാവശ്യ കാര്യമാണ്. ഞാൻ പെട്ടെന്ന് പോയിക്കോളാം. അത് ശരിയാവില്ല. എന്താ പ്രശ്നം? ക്ഷമിക്കണം ഡോക്ടർ, ക്ഷമിക്കണം. ചികിത്സിക്കുമ്പോൾ മരിച്ചത് എൻ്റെ ഭാര്യയാണ്. അവളുടെ ജീവൻ സംരക്ഷിക്കാൻ പരമാവധി സാറ് ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞാൻ പിന്നീടാണ് അറിയുന്നത്. സാറിന്റെ കൂട്ടുകാർ തന്നെയാണ് സാറിനെതിരെ കേസ് കൊടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്.
ക്ഷമിക്കണം ഡോക്ടർ, ക്ഷമിക്കണം, ക്ഷമിക്കണം ഡോക്ടർ. സാരമില്ലടോ, ഇതൊക്കെ ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ. ഇതുപോലെയുള്ള ജനകീയ ഡോക്ടറെ സംരക്ഷിക്കേണ്ടത് നമ്മൾ സാധാരണക്കാരാണ്, ആരോഗ്യമുള്ള ഒരു തലമുറയ്ക്കു വേണ്ടി. സർ, ഞങ്ങളുടെ കമ്പനി നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്തും നൽകാൻ തയ്യാറാണ്.